ഞാൻ ഇത്ര നേരായിട്ട് നിന്നെ തന്നെ കാത്തിരിക്കായിരുന്നു അറിയോ? ആക്ച്വലി ശിവാനി തൃശ്ശൂരിനെ കാണാനില്ല. ഓ, താമസിച്ചു വന്നതിന് ഇങ്ങനെ ഒരു കാരണം പറയാണോ? ഞാൻ വിശ്വസിക്കുന്ന പോലെ എന്തെങ്കിലും കാരണം പറ. ശിവാനി ഞാൻ സത്യം പറയുന്നേ, അവൻ വീട്ടിലില്ല. ഹീസ് ആക്ച്വലി മിസ്സിംഗ്. എന്നിട്ട് വീട്ടിലുള്ള എല്ലാരും ടെൻഷനില്ല. മോർണിംഗ് നോക്കിയപ്പോ അവനെ കാണുന്നില്ല. കഴിഞ്ഞോ ത്രിവിക്രം? ഇനി ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. വേറെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് വരാൻ താമസിച്ചെന്നങ്ങ് പറഞ്ഞ പോരെ, അത് ഞാൻ വിശ്വസിച്ചോളാം. ഐ ആം നോട്ട് കിഡിങ്, സീരിയസ്. അവൻ വീട്ടിലില്ല. ആയിക്കോട്ടെ, വീട്ടിലില്ല. എങ്ങോട്ട് പോവാനവൻ? എവിടെങ്കിലൊക്കെ കറങ്ങാൻ പോയിട്ടുണ്ടാവും. അവൻ ഇങ്ങനെ പോകുന്നത് ഇപ്പൊ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. ഫോൺ ചെയ്ത് നോക്ക്. ഫോൺ ചെയ്ത് നോക്കാതിരിക്കോ? കൊറേ ട്രൈ ചെയ്തതാ, നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നേ. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? വന്ന് അവന്റെ കുട്ടിക്കളി ഈടായിട്ട് കൂടി വരുന്നുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ കാണിക്കില്ലേ, അതുപോലെ അവനിപ്പോ. പിള്ളേരോടാണെങ്കി 2 തല്ല് കൊടുത്ത് പിടിച്ചു നിർത്താം. പക്ഷെ ഇവനാണെങ്കിലോ അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞെന്താ വിശ്വസിക്കാത്തെ? തൃശ്ശൂലിന്റെ കാര്യത്തിൽ നീ പറയുന്നത് മാത്രമല്ല, ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. കാരണം അവൻ അങ്ങനെ ഒരാളാ. നിങ്ങളെയൊക്കെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിട്ട് തന്നെയായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വെറുതെ ടെൻഷൻ ആവണ്ട ത്രിവിക്രം, അവൻ തിരിച്ചു വരും. തൃശ്ശൂലിനെ കാണാതായെന്ന് പറഞ്ഞിട്ട് ഇവള് വിശ്വസിക്കുന്നില്ല. തൃശ്ശൂൽ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നതിലാണോ ഇത്രയധികം ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ അവന് ശരിക്കും കാണാതായി കഴിഞ്ഞാലോ എന്താ ചെയ്യാ നീ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് തൃശ്ശൂലിനെ കാണാതായി ഇവള് വിശ്വസിക്കുന്നില്ല. എന്നാ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഫീലിംഗ് ആണ്. ഓ, അപ്പൊ ശിവാനിയുടെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ആ കാര്യം ഇപ്പൊ എനിക്ക് ഉറപ്പായി. ത്രിവിക്രം, എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? നിന്റെ മനസ്സിൽ എന്നെ പറ്റി അല്ലാതെ വേറെ എന്തൊക്കെയോ ആലോചനകളാണല്ലോ. ഇത്ര നേരം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം ക്ലിയറായി. ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് താൻ മാത്രം. മധു, നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. ഇങ്ങനെ ഇരുന്ന് എണ്ണിപ്പറക്കിക്കൊണ്ട് എന്താ പ്രയോജനം? തൃശ്ശൂൽ എന്തായാലും തിരിച്ചു വന്നോളൂ. അവൻ എവിടെയാണെന്ന് പോലും അറിയില്ല, എവിടേക്കാ പോയിരിക്കുന്നെന്ന് പോലും അറിയില്ല. വരും വരും എന്ന് പറഞ്ഞോണ്ടിരുന്ന എങ്ങനെ ഞാൻ സമാധാനിക്കാനാ? അല്ല, ഇങ്ങനെ കരയാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്തോ ഉണ്ടായത്? അവന്റെ അമ്മയല്ലേ ഞാൻ. അവനെ ഞാൻ പ്രസവിച്ചിട്ടില്ലായിരിക്കും, പക്ഷേ 23 വർഷം എന്റെ മകനായിട്ട് ഞാൻ സ്നേഹിച്ച് ലാളിച്ചു വളർത്തിയതല്ലേ. അവൻ ഇത്തിരിയെങ്കിലും ഒന്ന് വേദനിച്ച എന്റെ മനസ്സിനത് താങ്ങില്ല. എത്രയോ വർഷങ്ങളായിട്ട് കഷ്ടങ്ങൾക്ക് മേലെ കഷ്ടങ്ങൾ വന്നോണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ത്രിവിക്രമിനെ കാണുന്നില്ലായിരുന്നു, ഇപ്പതേ തൃശ്ശൂലിനെ. എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. എനിക്കെല്ലാം മനസ്സിലാവും മധു. നിന്റെ അനാവശ്യ ചിന്ത നീ ഒഴിവാക്ക്. അതൊക്കെ ഒഴിവാക്കാം, പക്ഷേ തൃശ്ശൂൽ എവിടെയാന്നൊന്ന് പറയ. എനിക്കറിയില്ല. അത് ഞാൻ വിശ്വസിക്കില്ല. നിങ്ങളും മുതലാളിയും അറിയാതെ അവൻ എവിടേക്കും പോവില്ല. മുതലാളി അവൻ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കും. നിങ്ങളും മുതലാളിയും കൂടെ ചേർന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. ഇല്ല, കള്ളം. നിങ്ങൾ തന്നെയാ പറഞ്ഞു വിട്ടത്. സത്യം പറയെന്നോട്. ആ അതെ, ഞങ്ങൾ തന്നെ പറഞ്ഞു വിട്ടതാ. ഒരു പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വിട്ടതാ. ഉടനെ തിരിച്ചെത്തും. നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. ആവശ്യമില്ലാത്ത ഒന്നും ഓർക്കണ്ട. അവൻ വേഗം വരുമല്ലോ അല്ലേ? ആ, വരും. അങ്ങനെ ഇവളെ കള്ളം പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നാലും ശരിക്കും എന്റെ തൃശ്ശൂൽ ഇപ്പൊ എവിടെയായിരിക്കും? മുതലാളിയോട് തന്നെ ചോദിക്കാം. ശിവാനി, ഇതേതേ സ്ഥലം? നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നേ? ഇത് എനിക്കറിയാവുന്ന സ്ഥലോ? അറിയാവുന്ന സ്ഥലം എന്ന് പറയുന്നു, പക്ഷെ ഇവിടെ ആരും ഇല്ല. ഒരു ഹോട്ടൽ പോലും ഇല്ല. എവിടെ നോക്കിയാലും വെറും സമുദ്രം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടേക്ക് വന്നതിന്റെ കാര്യം എന്താ? നമ്മുടെ പ്രണയത്തെ രക്ഷിക്കാനായിട്ട്. അതിന് ഈ സ്ഥലം തന്നെ വേണമായിരുന്നോ? നമ്മുടെ പ്രണയം രക്ഷിക്കാൻ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കായിരുന്നല്ലോ. തൃശ്ശൂൽ, നമ്മൾ എങ്ങോട്ട് പോയാലും അവര് നമ്മളെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു ദിവസം അവരുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, 2 ദിവസം പറ്റുമായിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം അവർ നമ്മളെ കണ്ടുപിടിക്കും. അപ്പൊ വീട്ടുകാരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ? അല്ല,
ഇവിടെയുള്ളവരൊക്കെ നമ്മളെ പറ്റി മറ്റുള്ളവരോട് പറയില്ലെന്ന് നിനക്ക് അത്രയ്ക്ക് ഉറപ്പാ? ഇവിടെ അതിന് ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ. എന്ന് വെച്ചാ ഇവിടെ വേറെ ആരുമില്ലേ, നമ്മൾ മാത്രമേ ഉള്ളൂ. ശിവാനി, നീ സത്യമാണോ പറയുന്നേ? സത്യാ ഞാൻ പറഞ്ഞത്. ഈ ഒരു ദ്വീപില് ഇപ്പൊ നമ്മളല്ലാതെ വേറെ ആരുമില്ല. മനുഷ്യന്മാരില്ലാത്ത സ്ഥലത്തേക്കാണോ നീ കൂട്ടിക്കൊണ്ടുവന്നേ? എന്തിനു ശിവാനി ഇങ്ങനെ ചെയ്ത്? ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. ഇവിടെ വല്ല കാട്ടുമൃഗങ്ങളോ പാമ്പോ അതുപോലെ വല്ലതും വന്നാ എന്ത് ചെയ്യും? പാമ്പോ? അതെ, പാമ്പ് തന്നെ. എന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? എനിക്ക് പാമ്പെന്ന് വെച്ചാൽ പേടിയാണെന്ന് അറിയാവുന്നതല്ലേ? എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിക്ക? ആദിശേഷ, നിനക്ക് പാമ്പിനെ പേടിയാണോ? നീ പൂർണ്ണമായും മനുഷ്യനായി മാറിക്കഴിഞ്ഞു. നിനക്ക് പഴയതൊന്നും ഓർമ്മയില്ലേ? ഈ സ്ഥലം കണ്ട അന്ന് മുതല് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു തൃശൂർ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് ഇവിടെ വന്ന് താമസിക്കണം. നമ്മുടെ ഇടയിൽ വേറെ ആരും തന്നെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും ഒരു ശല്യമില്ലാതെ പ്രേമിച്ച് നടക്കണമെന്നൊക്കെ സ്വപ്നം കണ്ടതാ. അതുകൊണ്ടാ നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. സത്യമാണോ? നിനക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? സോ റൊമാൻറ്റിക്. ശിവാനി, ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മളെ ശല്യപ്പെടുത്താൻ ആരും വരെയില്ല. സത്യമാണോ അത്? നമ്മുടെ രണ്ടുപേരുടെ പ്രണയം ഇനി ആർക്ക് തകർക്കാനാവില്ല. ഐ ലവ് യു ശിവാനി. യെസ്. ഐ ലവ് യു ശിവാനി. വാ തുറന്ന ശിവാനി ശിവാനി എന്ന് പറയും. ഇവന്റെ മുമ്പിൽ ശിവാനിയായി തന്നെ നിൽക്കേണ്ടി വരുമോ? എന്തുപറ്റി ശിവാനി, എന്തെങ്ങനെ നിൽക്കുന്ന? നിനക്ക് എന്റെ കൂടെ നിൽക്കുമ്പോൾ സന്തോഷം തോന്നുന്നില്ലേ? ഈ സന്തോഷം ഈ ലോകത്തിനോട് മൊത്തം പറയാൻ തോന്നുന്നില്ലേ? പറയ് ശിവാനി, നിന്റെ സന്തോഷം അത് ഈ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ പോലും കേൾക്കുന്ന ഉച്ചത്തിൽ പറയണം നീ. പറയ് ശിവാനി. ശിവാനി, മുതലാളി, തൃശ്ശൂലിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല നന്ദീശ, എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. ആർക്കും അവനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്നവനല്ല. ഇനിയിപ്പോ എന്നോട് പറഞ്ഞില്ലെങ്കിലും മധുവിനോട് പറയാതെ അവനൊന്നും ചെയ്യില്ല. ആരോടും പറയാതെ പോയെന്നാൽ നാഗലോകത്തെ സർപ്പങ്ങളെങ്ങാനും. ചാച്ചേ, നാഗലോകത്തുള്ളവര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യതയില്ല. വേറെ ആര് ചെയ്യാനാ സാധ്യത? നന്ദീശ, തൃശൂൽ എന്റെ മകനാണെന്ന് അറിഞ്ഞിട്ട് പണത്തിന് വേണ്ടി അവനെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതായിരിക്കാം. ഇനിയിപ്പോ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാണെങ്കിൽ പാമ്പിന്റെ പടം എങ്ങനെ മുതലാളി റൂമിൽ വരിക? വീടിനകത്ത് പാമ്പിന്റെ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നാഗറാണി എങ്ങാനും. ഇല്ല നന്ദീശ, നമ്മളിപ്പോഴേ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നത് ശരിയല്ല. കിഡ്നാപ്പ് ചെയ്തവരെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാമ്പിന്റെ പടം അവിടെ ഇട്ടിട്ട് പോയതാണെങ്കിലോ? പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ. ഈ സമയത്ത് പോലീസിനെ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട. അവരന്വേഷണമൊന്നും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി ഇറങ്ങും. അത് നമുക്ക് ബുദ്ധിമുട്ടുമാവും. മുതലാളി പറയുന്നതിലും കാര്യമുണ്ട്. എനിക്കെന്നാലും ഓരോ നിമിഷവും പേടിയായിക്കൊണ്ടിരിക്കും. തൃശ്ശൂരിനൊരു പോറൽ പോലും സംഭവിക്കാതെ വീട്ടിലേക്ക് തിരിച്ചെത്തണം. അതപ്പ എന്റെ പ്രാർത്ഥന. ഒന്നും സംഭവിക്കില്ല. അവൻ തീർച്ചയായും തിരിച്ചു വരും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഒരു ദിവസം കൂടി കാത്തിരിക്കാം. എന്നിട്ട് അവൻ ഇങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും വഴി നോക്കാം. ശരി മുതലാളി.
തൃശൂൽ, ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല, ഈ തിരകളെയൊക്കെ നോക്കിയിരുന്ന് എന്തൊക്കെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. തിരകളും നമ്മളെ പോലെ വാശിക്കാരാണല്ലേ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആലോചിക്കാനായിട്ട്? നോക്ക് ശിവാനി, ഈ തിരകള് തീരത്തേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കര അതിനെ വേണ്ടാന്ന് പറഞ്ഞ് തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. എന്ന് വിചാരിച്ച് തിരകൾ വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇല്ല, അത് വീണ്ടും വീണ്ടും കരയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആ തിരകളുടെ മനസ്സിലെന്താണെന്നറിയോ? ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായും ഈ കരയോട് അടുക്കണം എന്നുള്ള വാശിയായിരിക്കും അല്ലേ? ഞാനും അങ്ങനെ തന്നെയല്ലേ ശിവാനി. നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് എത്ര ദൂരെ അകറ്റിയിട്ടും വീണ്ടും വീണ്ടും നിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. നിന്റെ കൂടെ ഉണ്ടാവണമെന്നുള്ള വാശിയിലായിരുന്നു ഞാൻ. ഇപ്പൊ നോക്കി, നിന്റെ മനസ്സും മാറി, എന്റെ ഉള്ളിലെ പ്രണയവും മനസ്സിലാക്കി. എന്റെ ദൈവമേ, കഴിഞ്ഞോ നിന്റെ ഈ പ്രസംഗം പറച്ചില്? നീ എന്റെ പ്രണയത്തിന് വേണ്ടിയിട്ട് വാശി പിടിച്ച് നടന്നു. അതുപോലെ ഈ തിരകൾ കരയോട് ചേരാനും വാശി പിടിക്കുന്നു. പക്ഷെ അതൊരു സുനാമി ആയിട്ട് വന്ന പ്രപഞ്ചമേ ഇല്ലാതാവും. പ്രപഞ്ചം ഇല്ലെങ്കിലും എന്താ, നീയുണ്ടല്ലോ, എനിക്കത് മതി. നിന്റെ ഇഷ്ടം എന്താ? എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാ. പക്ഷെ ഈ സമയത്ത് നീ എന്തുണ്ടാക്കിയാലും ഞാനത് കഴിക്കും. ശരി, ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. അമ്മോ, ശിവാനിക്ക് ഇത് എന്തൊരു മാറ്റ. ഐ ലവ് യു ശിവാനി. മഹാദേവ, തൃശ്ശൂർ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക? ഇന്നലെയും വീട്ടിലേക്ക് വന്നിട്ടില്ല, അതുപോലെ ഇന്നും വന്നിട്ടില്ല. ഒരു ദിവസം ഒരു 4 തവണയെങ്കിലും വീട്ടിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തിയില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടാത്ത ആളാ. അങ്ങനെയുള്ളവൻ 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവന് പറ്റിയത്? തൃശ്ശൂരിന്റെ മെസ്സേജ് ആണെന്ന് തോന്നുന്നു. എന്തായാലും 100 ആയുസ് അവന്. അവൻ അങ്ങനെയാ. എന്നെ ശല്യം ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോ തന്നെ മെസ്സേജ് അയച്ചു. എന്തിനാണോ എന്തോ ഞാനിപ്പോ ചിന്തിച്ചത്. തൃശ്ശൂലല്ല, കമ്പനി മെസ്സേജ് ആണ്. ഞാൻ വെറുതെ തൃശ്ശൂലായിരിക്കും എന്നാ വിചാരിച്ചത്. തൃശ്ശൂൽ എന്താ ഇനി എന്നെ മറന്നു കാണോ? ഞാനന്ന് വഴക്ക് പറഞ്ഞത് അവന്റെ മനസ്സിന് വിഷമായിട്ടുണ്ടാവോ? എനിക്കങ്ങനെയാ തോന്നുന്നേ. അവൻ വല്ലാതെ സങ്കടപ്പെട്ട് എങ്ങോട്ടേക്കെങ്കിലും പോയതായിരിക്കും. എന്താ ഉണ്ടായിട്ടുണ്ടാവുക? അങ്ങനെ അത്ര പെട്ടെന്നൊന്നും സങ്കടം വരുന്നവനല്ലല്ലോ. എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ. എനിക്കെന്തോ അങ്ങനെയാ തോന്നുന്നേ. 2 ദിവസം എന്റെ കൺമുന്നിൽ വരാതിരിക്കുമ്പോ ഞാൻ അവനെ തേടി അങ്ങോട്ട് ചെല്ലുമെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. തൃശൂൽ, എന്റെ അടുത്താണോ നിന്റെ കളി? ഞാൻ നിന്നെ പറ്റി ഓർക്കുന്നേ ഇല്ല. നിന്നെ മിസ് ചെയ്ത മാത്രമല്ലേ ഞാൻ നിന്നെ അന്വേഷിക്കണ്ടു. നിന്നെ ഒരു പരിചയം ഇല്ലാത്തതുപോലെ ഞാൻ നിന്നോളാം. ഇന്ന് ഒരു ദിവസം കൂടെ കഴിഞ്ഞോട്ടെ. നാളെ നീ തന്നെ വീട്ടിലേക്ക് വരും. നിന്നെ കണ്ടാലും കാണാതിരുന്നാലും ശരി, എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. എന്റെ മനസ്സിലുള്ളത് ആദിശേഷൻ മാത്രം, അതായത് ത്രിവിക്രം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതും അവനെയാ. എന്താ നിങ്ങളെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നേ? ഭക്ഷണം റെഡി ആയിട്ടുണ്ട്, വാ നമുക്ക് കഴിക്കാം. മരുമോനെ, എന്ത് നല്ല കാര്യം നീ ഇപ്പൊ പറഞ്ഞെന്നറിയോ? കഷ്ടകാല സമയത്ത് ദേവദൂതനെ പോലെ വന്നു. ഇപ്പൊ തന്നെ പോയി കഴിച്ചേക്കാം. ത്രിവിക്രമ, ഭക്ഷണം കഴിക്കാൻ എങ്ങനെയാടാ തോന്നുക?
വീട്ടിലുള്ള ഒരാളെ കാണുന്നില്ല, എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുക. പിന്നെ എങ്ങനെയാ ഭക്ഷണം തൊണ്ടേന്നിറങ്ങുക? ആഹാരത്തിൽ തന്നെ വീണല്ലോ ഈ പാറക്കല്ല്. ഈ തള്ളയ്ക്ക് ഇങ്ങനെ പറയണമായിരുന്നോ? അതെ, ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അവൻ തിരിച്ചു വരും ദമയന്തി, കാത്തിരിക്കാം. അവൻ തിരിച്ചു വന്നോളും. നമുക്ക് ഭക്ഷണം കഴിക്കാലോ. ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ല, നീ കഴിച്ചോ. അമ്മ, വെറുതെ ഭക്ഷണം കഴിക്കാതിരുന്ന ഓരോ അസുഖം ഉണ്ടാക്കി വെക്കണ്ട. കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കേ. ത്രിവിക്രമ, ആരെയും നിർബന്ധിക്കാൻ നിൽക്കണ്ട. ഇവിടെ ആർക്കും ഒന്നും വേണ്ട. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ എടുത്ത് കഴിച്ചോ. ആരും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചാവും മിസ്സായതിൽ എനിക്ക് സന്തോഷം ഇവരൊക്കെ വിചാരിക്കും. ഇപ്പൊ എന്താ ചെയ്യാ? നിങ്ങളാരും കഴിക്കാതെ പിന്നെങ്ങനെ ഞാൻ കഴിക്കുക? എനിക്കൊന്നും വേണ്ട. ശിവാനി, ഇത് എന്തൊക്കെയാ? നീ ഇതൊക്കെ ഒറ്റയ്ക്ക് റെഡിയാക്കിയോ? എന്താണിത് മുന്നറിയിപ്പില്ലാതെ? എല്ലാം നിനക്ക് വേണ്ടിയ തൃശൂൽ. ഇഷ്ടായോ നിനക്ക്? ഇഷ്ടാവാതെ? എന്നാ ശരി, വാ നമുക്ക് കഴിക്കാലോ. ഇരിക്കി. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? എനിക്കിത് സ്വപ്നാണ് സത്യമാണെന്ന് മനസ്സിലാവുന്നില്ല ശിവാനി. അതെന്താ? അല്ല, അത് എല്ലാ ആണുങ്ങൾക്കും അവര് വീട്ടിലേക്ക് വിശന്ന് വരുമ്പോ അവന്റെ ഭാര്യ അവനെ വിളിച്ചിരുത്തിയിട്ട് എന്താണ് അവൻ ഇഷ്ടം അത് വിളമ്പിത്തരണമെന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എനിക്കും അങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നീ എപ്പോഴും എന്നോട് ദേഷ്യപ്പെട്ട് വഴക്കിട്ടുകൊണ്ടിരുന്നതെല്ലാം കണ്ടിട്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നോക്കി, നമ്മുടെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല, പക്ഷെ എന്റെ ആഗ്രഹം നടക്കുന്നുണ്ട്. താങ്ക് യു ശിവാനി. തൃശൂർ, ആണുങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെ പെണ്ണുങ്ങൾക്കും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ പറയാൻ കുറച്ച് നാണമുണ്ടെന്ന് മാത്രം. ശിവാനി, എന്നോട് പറയാൻ നാണമാണോ? ഞാൻ നിന്റെ ഭർത്താവ്. ഇപ്പോഴല്ല, പക്ഷെ ആവുമല്ലോ. തൃശൂർ, ഞാൻ നിനക്ക് വാരി തരട്ടെ? തൃശൂർ, അത് ഓ, ഇഷ്ടായില്ലേ നിനക്ക്? നമ്മുടെ പ്രണയം സഫലമാവാൻ വേണ്ടി വീട് വിട്ട് ഇവിടെ വന്ന് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഇപ്പോ എന്റെ വീട്ടുകാരെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. എന്തോ തൃശൂർ, അവരെല്ലാരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നീ കഴിച്ചേ? ഇല്ല, എനിക്കിപ്പോ വേണ്ട. തൃശൂർ, വെറുതെ വാശി പിടിക്കല്ലേ. തൃശൂർ, ഞാൻ പറയുന്നത് കേൾക്കാതെ നീ എങ്ങോട്ടേ പോകുന്നേ? ഞാൻ എത്ര സന്തോഷത്തോടെ ഇതൊക്കെ റെഡിയാക്കിയാന്ന് അറിയോ നിനക്ക്? ഇതിനൊരു വിലയില്ലേ. ഇത് പ്രണയത്തിന്റെ കാര്യമല്ല ശിവാനി, വീട്ടുകാരുടെ കാര്യം. എന്റെ വീട്ടുകാരൊക്കെ എന്നെ കാണാതെ അവിടെ വിഷമിച്ചിരിക്കുമ്പോ ഞാനിവിടെ എങ്ങനെ കഴിക്കുക? നീ തന്നെ പറ. എന്നെ കൊണ്ട് പറ്റുന്നില്ല ശിവാനി. അപ്പൊ നീ ഇത് കഴിക്കില്ല അല്ലേ? നീ ഇത് കഴിച്ചേ പറ്റൂ തൃശൂർ. ശിവാനി, നീ തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. എന്തോ ദേഷ്യമുള്ള പോലെ. ദേഷ്യപ്പെടാനോ? ഇല്ലല്ലോ, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. നിനക്കിത് ഇഷ്ടായില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, വിട്ടേക്ക്. എനിക്ക് ഇഷ്ടമല്ലെന്നല്ല ഞാൻ പറഞ്ഞേ. ഇപ്പൊ എനിക്ക് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞോളൂ.
വീട്ടുകാരുടെയൊക്കെ അവസ്ഥ ഇപ്പൊ എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. പിന്നെ എനിക്ക് ഇവിടെ എങ്ങനെ സമാധാനം കിട്ടാം? എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. സോറി ശിവാൻ, എന്നോടൊന്നും തോന്നരുത്. നീ കഴിക്കേ.